ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്തവരുടെ അഭിമാന സ്തംഭമായ തുർക്കിയിലെ ഹാഗിയ സോഫിയയുടെ ചരിത്രം തേടി തുർക്കിയുടെ മണ്ണിലൂടെ ഷെക്കീന ന്യൂസ് നടത്തുന്ന അന്വേഷണ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. 1204 നാലാം കുരിശുയുദ്ധ സൈന്യം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഹാഗിയ സോഫിയയുടെ ചരിത്രത്തിൽ വേദന നിറഞ്ഞ മറ്റൊരു അധ്യായം ആരംഭിച്ചു. ഒരു കാലത്ത് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ ആത്മീയ കേന്ദ്രമായിരുന്ന ഈ മഹാദേവാലയം ലാറ്റിൻ കത്തോലിക്ക കത്തീഡ്രലായി മാറ്റപ്പെട്ടു. അതേ വർഷം 1204 മെയ് 16 പാശ്ചാത്യ സാമ്രാജ്യത്തിന്റെ ആദ്യ ചക്രവർത്തിയായ ബാൽഡ്വിൻ ഒന്നാമന്റെ കിരീടധാരണം ഹാഗിയ സോഫിയയിൽ നടന്നു. ബൈസന്റൈൻ രാജകീയ പാരമ്പര്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലായിരുന്നു ചടങ്ങെങ്കിലും കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പുതിയ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അത്. നഗരം കീഴടക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കഴിഞ്ഞ എപ്പിസോഡിൽ നാം സൂചിപ്പിച്ച വെനീസിന്റെ ഡോജ് എൻട്രിക്കോ ഡാൻഡോളോ ഹാഗിയ സോഫിയയിൽ സംസ്കരിക്കപ്പെട്ടു എന്നാണ് പാരമ്പര്യവും ചരിത്രരേഖകളും സൂചിപ്പിക്കുന്നത്. 1204 മുതൽ 1261 വരെ ഹാഗിയ സോഫിയ ലാറ്റിൻ കത്തോലിക്ക കത്തീഡ്രലായി ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ കൊള്ളയും നശീകരണവും അവഗണനയും മൂലം അതിന്റെ പഴയ മഹത്വം വീണ്ടെടുക്കാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അനേകം തിരുശേഷിപ്പുകളും ആരാധനാ ഉപകരണങ്ങളും വിലപിടിപ്പുള്ള അലങ്കാരങ്ങളും പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് കൊണ്ടുപോയതായി കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടതാണ്. ചിലത് നശിപ്പിക്കപ്പെടുകയും മറ്റു ചിലത് ഉരുക്കി മാറ്റപ്പെടുകയും ചെയ്തു. ഈ സംഭവങ്ങൾ ഒരു കെട്ടിടത്തെ മാത്രമല്ല മുറിവേൽപ്പിച്ചത്. പൗരസ്ത്യ ക്രൈസ്തവരുടെ ഹൃദയത്തിൽ പാശ്ചാത്യ ക്രൈസ്തവ ലോകത്തോടുള്ള ആഴമേറിയ അവിശ്വാസത്തിനും വിരോധത്തിനും അവ കാരണമായി. 1254 മഹാവിഭജനം സൃഷ്ടിച്ച അകലം, 1204 ആക്രമണങ്ങൾ, ഇവ ക്രൈസ്തവ മനസാക്ഷിയിൽ വേദന നിറഞ്ഞ ഓർമ്മയായി രേഖപ്പെടുത്തപ്പെട്ടു. 1261 ചക്രവർത്തി മൈക്കിൾ എട്ടാമൻ പാലിയോളോഗോസ് കോൺസ്റ്റാന്റിനോപ്പിൾ തിരിച്ചുപിടിച്ച് ബൈസന്റൈൻ സാമ്രാജ്യം പുനഃസ്ഥാപിച്ചു. ഹാഗിയ സോഫിയ വീണ്ടും ഓർത്തഡോക്സ് ആരാധനയുടെ കേന്ദ്രമായി. എന്നാൽ ബൈസന്റൈൻ ഭരണാധികാരികൾ തിരിച്ചെത്തിയപ്പോൾ അവർ കണ്ടത് പഴയ ഹാഗിയ സോഫിയ ആയിരുന്നില്ല. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ദേവാലയം ഇപ്പോൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് സാമ്രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതിയ അലങ്കാരങ്ങൾ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് സ്വർണവും വെള്ളിയും വിശുദ്ധ ശേഷിപ്പുകളും കൊണ്ട് സമ്പന്നമായിരുന്ന അൾത്താര ഇപ്പോൾ ശൂന്യമായിരിക്കുന്നു. ദേവാലയത്തിൽ ബൈസന്റൈൻ ആരാധന പുനരാരംഭിച്ചെങ്കിലും പഴയ സാമ്പത്തിക ശേഷിയും സാമ്രാജ്യത്വ പിന്തുണയും ലഭ്യമായിരുന്നില്ല. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങൾക്കും കേടുപാടുകൾ നേരിട്ടിരുന്നു. കാലക്രമേണ ഭൂകമ്പങ്ങളും പരിമിതമായ പരിപാലനവും പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കി. 1317 ചക്രവർത്തി ആൻഡ്രോണിക്കോസ് രണ്ടാമൻ ദേവാലയത്തിന്റെ കിഴക്കും വടക്കും ഭാഗങ്ങളിൽ ശക്തമായ താങ്ങുഭിത്തികൾ നിർമ്മിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ 1344 ഭൂകമ്പം താഴികക്കുടത്തിലും ചുമരുകളിലും വീണ്ടും വിള്ളലുകൾ സൃഷ്ടിച്ചു. 1346 കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ തകർന്നു വീണു. തുടർന്ന് വിപുലമായ അറ്റകുറ്റപ്പണികൾ നടത്തി ദേവാലയം സംരക്ഷിച്ചെങ്കിലും അതിനെ പഴയ മഹത്വത്തിലേക്ക് പൂർണ്ണമായി തിരികെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക ശേഷി തകർന്നുകൊണ്ടിരുന്ന ബൈസന്റൈൻ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നില്ല. ഹാഗിയ സോഫിയ അന്നൊരു ദേവാലയം മാത്രമായിരുന്നില്ല, തകർന്നുകൊണ്ടിരുന്ന ഒരു സാമ്രാജ്യത്തിന്റെ പ്രതിബിംബമായിരുന്നു. മതിലുകളിൽ വിള്ളലുകൾ ഉണ്ടായിരുന്നു, എന്നാൽ അതിനേക്കാൾ ആഴമേറിയ വിള്ളലുകൾ മനുഷ്യ ഹൃദയങ്ങളിലായിരുന്നു. 1254 മഹാവിഭജനത്തിന് ശേഷം റോമൻ കത്തോലിക്ക സഭയും പാശ്ചാത്യ സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള ഔദ്യോഗിക സഭാ കൂട്ടായ്മ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ ഐക്യം പുനഃസ്ഥാപിക്കാൻ പല ശ്രമങ്ങളും നടന്നെങ്കിലും അവയ്ക്കൊന്നും സ്ഥിരതയുണ്ടായിരുന്നില്ല. 15-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ബൈസന്റൈൻ സാമ്രാജ്യം അതീവ ദുർബലമായിരുന്നു. വിശാലമായൊരു സാമ്രാജ്യം എന്ന നിലയിൽ അതിന്റെ ശക്തി നഷ്ടപ്പെട്ടിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളും അതിനോട് ചേർന്ന ഏതാനും പ്രദേശങ്ങളും മാത്രമായി സാമ്രാജ്യം ചുരുങ്ങി. മറുവശത്ത് ഓട്ടോമൻ സൈനിക ഭീഷണി അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു.
ബൈസന്റൈൻ ചക്രവർത്തിയായ ജോൺ എട്ടാമൻ പാലിയോളോഗോസ് ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. പാശ്ചാത്യ യൂറോപ്പിൽ നിന്ന് സൈനിക സഹായം ലഭിക്കണമെങ്കിൽ പാശ്ചാത്യ ലോകവുമായുള്ള സഭാ ഐക്യം നിർണായകമാണ്. അതേസമയം കത്തോലിക്ക സഭയും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സഭാ കൂട്ടായ്മ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് 1438 ഫെറാറയിലും പിന്നീട് ഫ്ലോറൻസിലുമായി സഭാ സമ്മേളനങ്ങൾ നടന്നത്. ബൈസന്റൈൻ ചക്രവർത്തിയും കിഴക്കൻ മെത്രാന്മാരും ദൈവശാസ്ത്രജ്ഞരും പാശ്ചാത്യ സഭയുടെ പ്രതിനിധികളും അതിൽ പങ്കെടുത്തു. നീണ്ട ചർച്ചകൾക്ക് ശേഷം 1439 ജൂലൈ 6 കിഴക്കും പടിഞ്ഞാറും വീണ്ടും ഒന്നായെന്ന് പ്രഖ്യാപിക്കുന്ന ചരിത്ര പ്രധാനമായൊരു രേഖ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ലൈറ്റേഞ്ചർ ചെയ്ലി എന്നത് ഫ്ലോറൻസ് കൗൺസിലിൽ പ്രഖ്യാപിച്ച സഭൈക്യ പ്രമാണമാണ്. പാപ്പ യൂജിൻ 4 പുറപ്പെടുവിച്ച ഈ ഔദ്യോഗിക പാപ്പ പ്രമാണത്തിന്റെ പേര് അതിന്റെ ആരംഭ വാക്കുകളിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ലത്തീൻ ഭാഷയിലെ ലാറ്റേഞ്ചർ ചെയ്ലി എന്നതിന് ആകാശങ്ങൾ ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ എന്നതാണ് അർത്ഥം. കിഴക്കും പടിഞ്ഞാറും തമ്മിലുണ്ടായിരുന്ന വിഭജന ഭിത്തി നീങ്ങുകയും സമാധാനവും സഭാ കൂട്ടായ്മയും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തുവെന്ന ആഹ്ലാദ പ്രഖ്യാപനത്തോടെയായിരുന്നു രേഖ ആരംഭിച്ചത്. പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട്, ശുദ്ധീകരണ അവസ്ഥ, വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന പുളിപ്പുള്ളതും പുളിപ്പില്ലാത്തതുമായ അപ്പം, മാർപ്പാപ്പയുടെ പ്രഥമ സ്ഥാനം, അധികാരം തുടങ്ങിയ പ്രധാന തർക്ക വിഷയങ്ങളിൽ ഒരു സംയുക്ത ധാരണയിലെത്തിയതായി രേഖ പ്രഖ്യാപിച്ചു. ഔദ്യോഗികമായും ദൈവശാസ്ത്രപരമായും അത് യഥാർത്ഥ സഭൈക്യ പ്രഖ്യാപനമായിരുന്നു. ഇരു വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ രേഖയിൽ ഒപ്പുവെക്കുകയും പ്രധാന തർക്ക വിഷയങ്ങളിൽ സംയുക്ത നിർവചനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ രേഖയിൽ എഴുതപ്പെട്ട ഐക്യം ജനഹൃദയങ്ങളിൽ ജനിച്ചില്ല. കോൺസ്റ്റാന്റിനോപ്പിളിലെ വലിയൊരു വിഭാഗം ഓർത്തഡോക്സ് വൈദികരും സന്യാസികളും സാധാരണ വിശ്വാസികളും ഫ്ലോറൻസ് കൗൺസിലിന്റെ തീരുമാനങ്ങളെ അംഗീകരിച്ചില്ല. അവരുടെ എതിർപ്പിന് പ്രധാനമായും 3 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമതായി, ഈ ഐക്യം ശുദ്ധമായ ആത്മീയ ബോധ്യത്തിൽ നിന്ന് രൂപപ്പെട്ടതല്ലെന്നും ഓട്ടോമൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പാശ്ചാത്യ സൈനിക സഹായം നേടുന്നതിനായി ചക്രവർത്തി നടത്തിയ രാഷ്ട്രീയ നീക്കമാണെന്നും അവർ കരുതി. രണ്ടാമതായി, റോമുമായി സഭാ കൂട്ടായ്മ സ്വീകരിക്കുന്നത് ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെയും ആരാധനാ പാരമ്പര്യത്തിന്റെയും മേലുള്ള വിട്ടുവീഴ്ചയാണെന്ന് പലരും വിശ്വസിച്ചു. മൂന്നാമതായി, 1204 4ാം കുരിശ് യുദ്ധത്തിന്റെ മുറിവുകൾ അപ്പോഴും ഉണങ്ങിയിരുന്നില്ല. പാശ്ചാത്യ സൈന്യം കോൺസ്റ്റാന്റിനോപ്പിൾ കൊള്ളയടിച്ചതും ഹാഗിയ സോഫിയെ അവഹേളിച്ചതുമെല്ലാം ജനങ്ങളുടെ കൂട്ടായ ഓർമ്മയിൽ മായാത്ത മുറിവായി തുടർന്നു. അതിനാൽ പാശ്ചാത്യ സഭയോടുള്ള വിശ്വാസം അവരുടെ ഇടയിൽ വളരെ കുറവായിരുന്നു. ഫ്ലോറൻസിൽ 1439 അംഗീകരിച്ച ഐക്യം കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉടൻ പൂർണ്ണമായി നടപ്പിലാക്കിയില്ല. വർഷങ്ങൾക്ക് ശേഷം ഓട്ടോമൻ ഉപരോധ ഭീഷണി അതീവ ഗുരുതരമായിരിക്കെ 1452 ഡിസംബർ 12 കീവിലെ കർദിനാൾ ഇസിദോർ ഹാഗിയ സോഫിയിൽ കിഴക്ക് പടിഞ്ഞാറ് ഐക്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഫ്ലോറൻസ് കൗൺസിലിന്റെ തീരുമാനപ്രകാരം കത്തോലിക്ക സഭയും പൗരസ്ത്യ ഗ്രീക്ക് സഭയും വീണ്ടും സഭാ കൂട്ടായ്മയിലായെന്ന് അറിയിക്കുന്ന പാപ്പാ പ്രമാണം ഹാഗിയ സോഫിയിൽ വായിച്ചു കേൾപ്പിച്ചു. നഗരത്തിന്റെ പതനത്തിന് 5.5 മാസം മാത്രം മുമ്പായിരുന്നു ഈ ഐക്യത്തിനുള്ള നീക്കങ്ങൾ നടന്നത്. എന്നാൽ ആരാധനയിൽ ചിലർ ഒരുമിച്ച് നിന്നപ്പോഴും നഗരം ഹൃദയത്തിൽ വിഭജിതമായിരുന്നു. നിരവധി വിശ്വാസികൾ ഐക്യ പ്രഖ്യാപനത്തെ നിരസിച്ചു. റോമുമായുള്ള ഐക്യത്തെ അനുകൂലിച്ച സഭാ നേതൃത്വത്തോടും ചക്രവർത്തിയുടെ നയത്തോടും കടുത്ത എതിർപ്പുയർന്നു. ചരിത്രകാരനായ ഡൂക്കാസിന്റെ വിവരണമനുസരിച്ച് പ്രഖ്യാപനത്തിന് ശേഷം പലരും ഹാഗിയ സോഫിയിൽ നിന്ന് അകന്നു. നഗരത്തിന്റെ സംരക്ഷകയായി ആദരിച്ചിരുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഹാഡി ഗ്രേഡിയ ഐക്കണിന്റെ സന്നിധിയിൽ അവർ പ്രാർത്ഥനയ്ക്കും ആശ്വാസത്തിനുമായി ഒരുമിച്ചുവെന്നാണ് രേഖകൾ പറയുന്നത്. മുൻകാല ഉപരോധങ്ങളിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥം നഗരത്തെ രക്ഷിച്ചുവെന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ നിബന്ധനകളാൽ രൂപപ്പെട്ട ഐക്യത്തെക്കാൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലിലാണ് അവർ പ്രത്യാശ വെച്ചത്. ചില കടുത്ത ഐക്യവിരുദ്ധർ ഹാഗിയ സോഫിയെ ആത്മീയമായി മലിനപ്പെട്ട സ്ഥലം എന്ന നിലയിലും കണ്ടുവെന്നും
ചില സമകാലീന രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത് എല്ലാ ബൈസന്റൈൻ വിശ്വാസികളുടെയും പൊതു നിലപാടായിരുന്നുവെന്ന് നമുക്ക് പറയാനാകില്ല. 1439 ഐക്യം സഭാരേഖയുടെ തലത്തിൽ യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ ജനങ്ങളുടെ സ്വീകരണത്തിന്റെ തലത്തിൽ അത് പരാജയപ്പെട്ടു. ഭൂരിഭാഗം വൈദികരും സന്യാസികളും സാധാരണ വിശ്വാസികളും അതിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചില്ല. അതുകൊണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഐക്യം ദീർഘകാല സഭാ കൂട്ടായ്മയായി വളർന്നില്ല. ആകാശങ്ങൾ ആനന്ദിക്കട്ടെ എന്ന വാക്കുകളോടെ ആരംഭിച്ച രേഖ അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വേദനാജനകമായ പരാജയപ്പെട്ട ഐക്യശ്രമങ്ങളിൽ ഒന്നായി മാറി. 1453 മുമ്പ് ഹാഗിയ സോഫിയ ഔദ്യോഗികമായി ഉപേക്ഷിക്കപ്പെട്ടിരുന്നില്ല. അവിടെ ആരാധന തുടർന്നിരുന്നു. എന്നാൽ ദേവാലയത്തിന്റെ ഭൗതിക അവസ്ഥയും വിശ്വാസികളുടെ പങ്കാളിത്തവും പഴയതുപോലെ ആയിരുന്നില്ല. ബൈസന്റൈൻ സാമ്രാജ്യം ഏതാണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തിലേക്ക് മാത്രം ചുരുങ്ങിയിരുന്നു. നഗരത്തിലെ ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ഒരു കാലത്ത് ജനസമുദ്രം നിറഞ്ഞിരുന്ന വലിയ ദേവാലയങ്ങൾ നിറയ്ക്കാൻ വേണ്ടത്ര ജനങ്ങൾ പോലും നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. 1204 കൊള്ളയുടെ ഓർമ്മയും ഹാഗിയ സോഫിയയെ പിന്തുടർന്നു. പലർക്കും ആ ദേവാലയം കാണുമ്പോൾ സ്വന്തം ക്രൈസ്തവ സഹോദരന്മാരിൽ നിന്ന് നേരിട്ട അപമാനത്തിന്റെ ഓർമ്മയായിരുന്നു മനസ്സിൽ ഉയർന്നത്. 1452 സഭൈക്യ പ്രഖ്യാപനം സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി. പലരും ഹാഗിയ സോഫിയയിലെ ആരാധനയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും ദേവാലയം അടച്ചു പൂട്ടപ്പെട്ടിരുന്നില്ല. ആരാധനകളും ശുശ്രൂഷകളും തുടർന്നു. ചുരുക്കത്തിൽ വളരെ സജീവമായ ആരാധനകൾ നടന്നിരുന്ന ഹാഗിയ സോഫിയ ഒരു നിർജീവാവസ്ഥയിലേക്ക് നിബദിക്കുകയായിരുന്നു. 1261 ബൈസന്റൈൻ ഭരണകൂടം നഗരം തിരിച്ചുപിടിച്ചതോടെ പാശ്ചാത്യ സഭയ്ക്ക് ഹാഗിയ സോഫിയയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതിനുശേഷം പാശ്ചാത്യ സഭ ഹാഗിയ സോഫിയെ സ്വമേധയാ ഉപേക്ഷിച്ചതല്ല, മറിച്ച് അതിന്റെ നിയന്ത്രണം അവർക്ക് നഷ്ടപ്പെട്ടതാണ്. 1453 മുമ്പുള്ള ഹാഗിയ സോഫിയ ഒരു തകർന്ന കെട്ടിടം മാത്രമായിരുന്നില്ല, അത് ഒരു തകർന്ന സാമ്രാജ്യത്തിന്റെ പ്രതിബിംബമായിരുന്നു. ഭൂകമ്പങ്ങൾ അതിന്റെ താഴികക്കുടത്തിൽ വിള്ളലുകൾ സൃഷ്ടിച്ചു. സാമ്പത്തിക തകർച്ച അതിന്റെ അലങ്കാരങ്ങളെ മങ്ങിച്ചു. എന്നാൽ 1204 മുറിവുകളും രാഷ്ട്രീയ പ്രതിസന്ധികളും ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ ആഭ്യന്തര തർക്കങ്ങളും അധികാര വടമലികളും സഭയുടെ അനൈക്യവും മനുഷ്യ ഹൃദയങ്ങളിൽ അതിനേക്കാൾ ഭീകരമായ വിള്ളലുകളാണ് സൃഷ്ടിച്ചത്. ഇതിനിടയിൽ അനറ്റോളിയയിൽ ഒരു പുതിയൊരു ശക്തി ഉയർന്നു വന്നു, ഓട്ടോമൻ തുർക്കികൾ. ആദ്യം ചെറിയൊരു പ്രാദേശിക ഭരണകൂടമായിരുന്നു ഓട്ടോമൻ തുർക്കികൾ. ക്രമേണ അത് വലിയൊരു സാമ്രാജ്യമായി വളർന്നു. ബൈസന്റൈൻ പ്രദേശങ്ങൾ ഒന്നൊന്നായി അവരുടെ നിയന്ത്രണത്തിലായി. ഒടുവിൽ ക്രൈസ്തവരുടെ അഭിമാനമായി നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഒറ്റപ്പെട്ടൊരു ക്രൈസ്തവ ദ്വീപ് പോലെ അവശേഷിച്ചു. 1451 ഏകദേശം 19-ാം വയസ്സിൽ മുഹമ്മദ് രണ്ടാമൻ വീണ്ടും ഓട്ടോമൻ സുൽത്താനായി അധികാരമേറ്റു. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുക എന്നത് അദ്ദേഹത്തിന്റെ പ്രധാന രാഷ്ട്രീയ സൈനിക ലക്ഷ്യമായി മാറി. അന്നത്തെ ബൈസന്റൈൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിളിലും അതിനോട് ചേർന്ന ഏതാനും പ്രദേശങ്ങളിലും മാത്രമായി ചുരുങ്ങിയിരുന്നുവെങ്കിലും നഗരം അപ്പോഴും ക്രൈസ്തവ ലോകത്തിന്റെ മഹത്തായ തലസ്ഥാനവും പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രതീകവുമായിരുന്നു. അതുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കീഴടക്കൽ ഒരു നഗരത്തിന്റെ മേലുള്ള സൈനിക വിജയം മാത്രമായിരുന്നില്ല, റോമൻ സാമ്രാജ്യത്തിന്റെ കിഴക്കൻ പൈതൃകത്തിന് മേലുള്ള അവകാശ പ്രഖ്യാപനവും ലോക ചരിത്രത്തിന്റെ ദിശ മാറ്റിയ സംഭവമായിരുന്നു അത്. 1453 ഏപ്രിൽ 6 ഓട്ടോമൻ സൈന്യം കോൺസ്റ്റാന്റിനോപ്പിളിനെ വളഞ്ഞു. ഓട്ടോമൻ സേനയുടെ കൃത്യമായ അംഗസംഖ്യയെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത കണക്കുകളുണ്ട്. എങ്കിലും നഗരത്തെ പ്രതിരോധിച്ച ബൈസന്റൈൻ ലാറ്റിൻ സൈനികരെക്കാൾ പല മടങ്ങ് വലിയ സേനയാണ് മുഹമ്മദിന് ഉണ്ടായിരുന്നത് എന്നതിൽ സംശയമില്ല.
ഏകദേശം 80,000 മുതൽ 100,000 വരെ സൈനികരുള്ള ഓട്ടോമൻ സേനയ്ക്കെതിരെ നഗരത്തെ പ്രതിരോധിക്കാൻ 1000 സൈനികർ മാത്രമേ ബൈസന്റൈൻ സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചില ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. ഓട്ടോമൻ സേനയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ ഭീമാകാരമായ പീരങ്കികളായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉപരോധ പീരങ്കികളിൽ ചിലത് അവർ കോൺസ്റ്റാന്റിനോപ്പിളിനെതിരെ ഉപയോഗിച്ചു. നഗരത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രതിരോധ മതിലുകൾക്ക് നേരെ ആഴ്ചകളോളം അവർ പീരങ്കി ആക്രമണങ്ങൾ തുടർന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആകാശത്ത് വിനാശത്തിന്റെ കരിനിഴൽ പടർന്നു. ഓട്ടോമൻ സുൽത്താൻ മുഹമ്മദ് രണ്ടാമന്റെ സൈന്യം ബൈസന്റൈൻ നഗരമതിലുകൾക്ക് പുറത്ത് അന്തിമ യുദ്ധത്തിനായി ഒരുങ്ങി. 53 ദിവസം നീണ്ടുനിന്ന ഉപരോധം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. മെയ് 28 നഗരവാസികൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. തങ്ങളുടെ അന്ത്യം വളരെ അടുത്തെത്തിയിരിക്കുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വീഴ്ചയ്ക്ക് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഹാഗിയ സോഫിയയുടെ മുകളിലെ ജനാലകൾക്കരികിൽ ശക്തമായൊരു പ്രകാശജ്വാല പ്രത്യക്ഷപ്പെട്ടതായി ചില പിൽക്കാല പാരമ്പര്യ വിവരണങ്ങൾ പറയുന്നുണ്ട്. ആ പ്രകാശം ദേവാലയത്തിന്റെ മുകൾ ഭാഗത്തെ ചുറ്റി നിന്ന ശേഷം പതുക്കെ ആകാശത്തിലേക്ക് ഉയർന്ന് അപ്രത്യക്ഷമായി എന്നാണ് പാരമ്പര്യങ്ങൾ പറയുന്നത്. അന്നത്തെ ചിലർ അതിനെ ദൈവികമായൊരു അടയാളമായി വ്യാഖ്യാനിച്ചു. പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണ സാന്നിധ്യം നഗരത്തെ വിട്ടുപോകുന്നതിന്റെ സൂചനയാണ് ഇതെന്ന് അവർ വിശ്വസിച്ചു. ഈ സംഭവത്തെ ഉറപ്പായ ചരിത്ര സത്യമായി സ്ഥിരീകരിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും വീഴ്ചയുടെ വക്കിൽ നിന്നിരുന്ന ജനങ്ങളുടെ ഭയവും ആത്മീയമായ ഉത്കണ്ഠയും പ്രതിഫലിപ്പിക്കുന്ന ശക്തമായൊരു പാരമ്പര്യ വിവരണമായി അത് ഇന്നും നിലനിൽക്കുന്നു. നഗരം ശത്രുക്കളുടെ കൈകളിൽ വീഴുമെന്നും എന്നാൽ അവസാന നിമിഷം ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെ രക്ഷിക്കുമെന്നുമുള്ള പ്രവചനങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിരുന്നു. അത്ഭുതകരമായൊരു ദൈവീകമായ ഇടപെടലിനായുള്ള ആ പ്രതീക്ഷയാണ് അവസാന മണിക്കൂറുകളിൽ അനേകരെ ഹാഗിയ സോഫിയിലേക്ക് നയിച്ചത്. മെയ് 28 ആ രാത്രിയിൽ വിനാശം നഗരത്തിന്റെ വാതിൽക്കൽ എത്തി നിന്നു. പിറ്റേന്ന് പുലരുമ്പോൾ തങ്ങളുടെ മുമ്പിൽ മരണമോ തടവോ അടിമത്തമോ ആയിരിക്കാമെന്ന് നഗരവാസികൾക്ക് അറിയാമായിരുന്നു. ഭയത്തിന്റെയും നിരാശയുടെയും നടുവിൽ ജനങ്ങൾ നഗരത്തിലെ മഹാദേവാലയമായ ഹാഗിയ സോഫിയിലേക്ക് ഒഴുകിയെത്തി. സാമ്രാജ്യത്തിന്റെ അവസാന ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ 11 പാലിയോളോഗോസ് ജനങ്ങളോടും സൈനികരോടും അവസാനമായി ധൈര്യത്തോടെ നിലകൊള്ളാൻ ആഹ്വാനം ചെയ്തു. നൂറ്റാണ്ടുകളായി പരസ്പരം സംശയിച്ചവരും മതഭേദക്കാരെന്ന് വിളിച്ചവരുമായ പാശ്ചാത്യരും പൗരസ്ത്യരും അന്ന് ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ പ്രാർത്ഥിച്ചു. 4ാം കുരിശ് യുദ്ധത്തിന്റെ ഓർമ്മകളും ഫ്ലോറൻസ് കൗൺസിലിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും ആ അവസാന രാത്രിയിൽ ഒരു നിമിഷത്തേക്കെങ്കിലും പിന്നിലായി. കത്തോലിക്ക പ്രതിനിധികളും ഓർത്തഡോക്സ് വൈദികരും ഹാഗിയ സോഫിയിലെ അവസാന ശുശ്രൂഷകളിൽ പങ്കെടുത്തതായി ചരിത്ര വിവരണങ്ങൾ പറയുന്നുണ്ട്. നഗരവാസികളും സൈനികരും പുരോഹിതരും ഭരണാധികാരികളും അവിടെ പ്രാർത്ഥനയിൽ ഒരുമിച്ചു. വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് ആ രാത്രി ഹാഗിയ സോഫിയിൽ അരങ്ങേറിയത്. ജനങ്ങൾ കരഞ്ഞുകൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിച്ചു. നൂറ്റാണ്ടുകളായി പരസ്പരം കണ്ടുകൂടാത്തവർ, പരസ്പരം മതഭേദക്കാരെന്ന് വിളിച്ചവർ അന്ന് ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ നിന്നു. ആ രാത്രിയിൽ ഹാഗിയ സോഫിയിൽ ചരിത്രപ്രസിദ്ധമായ അവസാന പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി ക്രൈസ്തവ ലോകത്തെ പിടിച്ചുകുലുക്കിയ 1054 മഹാപിളർപ്പും 1204 പാശ്ചാത്യ സൈന്യം കോൺസ്റ്റാന്റിനോപ്പിളിൽ നടത്തിയ ക്രൂരതകളുമുണ്ടാക്കിയ മുറിവുകൾ ആ നിമിഷത്തിൽ അപ്രത്യക്ഷമായി. റോമിലെ മാർപ്പാപ്പയുടെ കിരീടത്തേക്കാൾ നല്ലത് തുർക്കിയുടെ തലപ്പാവാണ് എന്ന് മുറവിളി കൂട്ടിയ കടുത്ത ഓർത്തഡോക്സ് വിശ്വാസികളും റോമൻ കത്തോലിക്ക വിശ്വാസികളും അന്ന് ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒത്തുകൂടി. ചരിത്രത്തിലാദ്യമായി, ഒരുപക്ഷെ അവസാനമായി, റോമിൽ നിന്നുള്ള കത്തോലിക്ക കർദിനാൾമാരും
പൗരസ്ത്യ ഓർത്തഡോക്സ് വൈദികരും ഹാഗിയ സോഫിയുടെ പരിശുദ്ധ അൾത്താരയിൽ ഒന്നിച്ച് ദിവ്യബലി അർപ്പിച്ചു. ചക്രവർത്തി കോൺസ്റ്റന്റൈൻ 11 ദേവാലയത്തിൽ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്ത ശേഷം അന്തിമ യുദ്ധത്തിനായി പുറപ്പെട്ടുവെന്നാണ് പാരമ്പര്യ വിവരണങ്ങൾ. അത് വിജയത്തിന്റെ പ്രാർത്ഥനയായിരുന്നില്ല, മരണത്തെ മുഖാമുഖം കണ്ട ഒരു ജനതയുടെ കണ്ണീരിന്റെ അർപ്പണമായിരുന്നു. നൂറ്റാണ്ടുകളായി വേർപിരിഞ്ഞു നിന്നവർ വളരെ വൈകിയെങ്കിലും അന്ന് ഒരുമിച്ചു. പരസ്പരം സംസാരിക്കാത്തവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പരസ്പരം കുറ്റപ്പെടുത്തിയവർ ഒരേ അൾത്താരയ്ക്ക് മുന്നിൽ കരഞ്ഞു. സഭയുടെ ഐക്യം രാഷ്ട്രീയ രേഖകളിൽ എഴുതി വെക്കാം, എന്നാൽ അത് ഹൃദയങ്ങളിൽ ജനിക്കാതെ പോയാൽ ചരിത്രത്തിലെ നിർണായക നിമിഷങ്ങളിൽ രേഖകൾക്ക് മാത്രം ഒരു ജനതയെ രക്ഷിക്കാനാവില്ല എന്ന ആ ദുഃഖ സത്യം ആ രാത്രി ഹാഗിയ സോഫിയ സാക്ഷ്യപ്പെടുത്തി. അത് ഐക്യത്തിന്റെ പ്രാർത്ഥനയായിരുന്നു, പക്ഷേ വളരെ വൈകിയെത്തിയ ഐക്യം. ഓട്ടോമൻ സൈന്യം നഗരമതിലുകൾ തകർത്ത് അകത്തേക്ക് കടന്നപ്പോൾ സ്ത്രീകളും കുട്ടികളും വയോധികരും രോഗികളും വൈദികരും ഉൾപ്പെടെ അനേകം ജനങ്ങൾ അവസാന അഭയമായി ഹാഗിയ സോഫിയിലേക്ക് ഒഴുകിയെത്തി. അല്പസമയത്തിനുള്ളിൽ ദേവാലയത്തിന്റെ പ്രധാന മണ്ഡപവും മുകളിലെ ഗ്യാലറികളും സമീപ ഭാഗങ്ങളും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. വാതിലുകൾ അടച്ച ശേഷം അവർ ഒരേ ഒരു പ്രത്യാശയോടെ കാത്തിരുന്നു. ദൈവം അവസാന നിമിഷം അത്ഭുതകരമായി തങ്ങളെ രക്ഷിക്കുമെന്ന പ്രത്യാശ. എന്നാൽ ചരിത്രം മറ്റൊന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളാണ് പിന്നീടുള്ള ദിനങ്ങളിൽ അവിടെ അരങ്ങേറിയത്. മുഹമ്മദ് രണ്ടാമന്റെ നേതൃത്വത്തിൽ ഓട്ടോമൻ സൈന്യം അതിക്രൂരമായിട്ടുള്ള വംശഹത്യയും കൊലപാതകങ്ങളും ക്രൂരതകളുമാണ് പിന്നീട് കോൺസ്റ്റാന്റിനോപ്പിളിൽ അഴിച്ചുവിട്ടത്. ആ ക്രൂരതയുടെ ഇരുണ്ട അധ്യായങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ കാത്തിരിക്കാം പ്രാർത്ഥനയോടെ.